ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുപ്രിയ നിർമ്മാണം ചെയ്ത് ബിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ ചിത്രം. പൃഥ്വിരാജിനെയും ബേസിലിനെയും നായകന്മാരാക്കി ഒരുക്കിയ ചിത്രം അതിഗംഭീരമായിട്ടുള്ള ഒരു കോമഡി ചിത്രമാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ചിത്രം നമ്മൾ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ചിരിക്കാനുള്ളൊരു ചിത്രം തന്നെയാണ് ഗുരുവായൂർ നടയിൽ എന്ന് പറഞ്ഞ ചിത്രം. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ചിത്രമാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ കഴിഞ്ഞ ചിത്രം നമുക്കറിയാം ആടുജീവിതമായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിലൊരു കോമഡി ക്യാരക്ടറായിട്ടാണ് പൃഥ്വിരാജ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബേസിലും അതിഗംഭീരമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ബിപിൻ ദാസ് ചിത്രമാണ് ജയ് ജയ് ഓ. അതിനെക്കാട്ടി കോമഡി ഈ ചിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ കോമഡി ഇതിൽ വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയിച്ച ഓരോ വ്യക്തിയിലും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വരരാജനായാലും നിഖില ഭീമലായാലും ജഗദീഷ് ആയാലും അങ്ങനെ പല ആക്ടേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ തമിഴ് ആക്ടറായിട്ടുള്ള യോഗി ബാബു വന്നിട്ടുണ്ട്. യോഗി ബാബുവിൻ്റെ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് യോഗി ബാബു ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ക്യാരക്ടറും അതിഗംഭീരമായ ഒരു കല്യാണ ബേസ് ചെയ്താണ് ചിത്രം പോകുന്നത്. അതിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ചിത്രം പോകുന്നത്. അത് ഗംഭീരമായിട്ടുള്ള കോമഡി ത്രില്ലിംഗ് ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ചിത്രമാണ്. നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യൂ. താങ്ക്